ഉള്ളം നീ മുഴുവൻ തുറന്നോ, ഉള്ളം നീ മുഴുവൻ തുറന്നോ, തള്ളയാമേശുവിൻ കയ്യിലേൽപ്പിക്ക നീ, തള്ളയാമേശുവിൻ കയ്യിലേൽപ്പിക്ക നീ. രക്ഷിതാവിനെ കാൺക പാവി, രക്ഷിതാവിനെ കാൺക പാവി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 62 സങ്കീർത്തനം അതിൻ്റെ 7 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും ദൈവത്തിൻ്റെ പക്കലാകുന്നു, എൻ്റെ ഉറപ്പുള്ള പാറയും എൻ്റെ സങ്കേതവും ദൈവത്തിങ്കലാകുന്നു. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവിൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. ആമേൻ. വചനഭാഗങ്ങളെ നമ്മൾ നോക്കിയാൽ ദാവീദ് രാജാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന എത്രത്തോളം. അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു, എൻ്റെ ഗോപുരവും അവൻ തന്നെ, ഞാൻ കുലുങ്ങുകയില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത വചനഭാഗത്തെ നോക്കിയാൽ എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും ദൈവത്തിൻ്റെ പക്കലാകുന്നു. ഇതൊന്നും മറ്റാരും നോക്കിയാൽ കാണില്ല ദൈവമക്കളെ. മറ്റാരിലേക്ക് നമ്മൾ നോക്കിയാൽ നമ്മുടെ ഉള്ള രക്ഷയും സമാധാനമൊക്കെ കെടുത്തുന്ന അനുഭവങ്ങളായിരിക്കാം നമുക്ക് കൂടുതലുള്ളത്. ഇവിടെ മുൻപുള്ള വാക്യങ്ങളിലേക്ക് നോക്കിയാൽ ശത്രുക്കൾ നിമിത്തം അനുഭവിച്ച വേദനകൾ ചെറുതായിരുന്നില്ല, പക്ഷേ ഞാൻ കുലുങ്ങിപ്പോകില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അത്രമാത്രം ദൈവത്തിൽ പ്രത്യാശ വെച്ച ദാവീദ് രാജാവ് ഇവിടെ പറയാണ്, എൻ്റെ ഉറപ്പുള്ള പാറയും എൻ്റെ സങ്കേതവും ദൈവത്തിങ്കലാകുന്നു. എന്നിട്ട് പറയാണ്, ജനമേ പറയാമല്ലോ, അദ്ദേഹത്തിന് ജനത്തോട് പറയാമല്ലോ, വീണു പോകാതെ താളടിയാകാതെ തൻ്റെ പ്രത്യാശ ദൈവസന്നിധിയിൽ വെച്ചുകൊണ്ട് രക്ഷകനായ ദൈവത്തിൻ്റെ മഹിമയെ വർണ്ണിച്ചുകൊണ്ട് പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും സാഹചര്യങ്ങളിൽ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് പോകുന്ന ദാവീദ് രാജാവിന് തീർച്ചയായിട്ടും ജനത്തോട് പറയാൻ പറ്റും, ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവിൻ. അവൻ്റെ മുമ്പിൽ വേണം നമ്മുടെ ഹൃദയം പകരുവാൻ. ദൈവം നമുക്ക് സങ്കേതമാണ്, ഉറപ്പാണ്. ദൈവം നമുക്ക് സങ്കേതമാണ്. നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം അവങ്കിലേക്കൊന്ന് ഉയർത്തിയാൽ മതി. ദൈവമക്കളെ, ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, തളർന്നിരിക്കുന്ന മക്കളെ ആത്മാവിൽ ബലപ്പെടുത്തുന്ന തിരുവചനത്തിലൂടെ എൻ്റെ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സ്തുതികളെ മേൽ വസിക്കുന്ന നല്ല കർത്താവേ, അത്യുന്നതനായ ദൈവത്തെ ആരാധിക്കുന്നു, വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ദാവീദ് രാജാവ് ദൈവത്തിലുള്ള ആ ഭക്തി വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവെ ജനത്തെ വിളിച്ചു പറയുന്നത്, എല്ലാ കാലത്തും ആശ്രയിപ്പി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം കർത്താവെ. എല്ലാ കാലത്തും അതേ കർത്താവെ, കഷ്ടത വരുമ്പോഴും സുഖത്തിലും ദുഃഖത്തിലുമൊക്കെ എൻ്റെ കർത്താവിനെ മാത്രം ആശ്രയിച്ചു കൊണ്ട് ജീവിപ്പാൻ കർത്താവെ ദാവീദ് രാജാവ് ഇവിടെ കേൾപ്പിക്കുമ്പോൾ തൻ്റെ അനുഭവത്തിലൂടെ ദൈവത്തിൽ ആശ്രയം വെച്ച ദാവീദ് രാജാവ് ജനത്തെ വിളിച്ച് പറയുമ്പോൾ വിശ്വാസത്തിലായിരുന്ന മക്കൾ പ്രയാസങ്ങളിലൂടെ കടന്നു പോയപ്പോൾ കർത്താവെ പതറിപ്പോയിട്ടുണ്ടെങ്കിൽ, ഇടറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇനി നിൻ്റെ മക്കളെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നഷ്ടപ്പെട്ട താലന്തുകൾ തിരിച്ചു കൊടുത്ത് നിൻ്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കണമേ. അടിനടപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന നിൻ്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കണേ കർത്താവെ. നിന്റെ മക്കൾ പ്രയാസങ്ങളിലൂടെ കടന്നു പോവുക, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുക. ദൈവത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് രക്ഷ കണ്ടെത്തുവാൻ നിന്റെ മക്കളെ സഹായിക്കണമേ. യേശുവിൻ്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. യേശുവേ സ്തോത്രം.